അസ്സലാമലൈക്കും. ഹവ്വാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീൻ റോസ്റ്റ്. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കറി മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു 1/2 ടീസ്പൂൺ വീതം മതി. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്, എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ചെമ്മീൻ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. ചെമ്മീനിലേക്ക് നന്നായി മസാലയൊക്കെ പിടിക്കണം. ഉപ്പൊക്കെ പാകത്തിലുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് നോക്കണം. ഈ മസാലയൊക്കെ നന്നായി ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ മൊരിഞ്ഞൊന്നും വരണ്ട, ഒരുവിധം ഒന്ന് ഫ്രൈ ആയാൽ മതി. അതിനുശേഷം ഫ്രൈ ആയതിന് ശേഷം അത് കോരിയെടുക്കുക. അത് കോരി മാറ്റിയ ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 2 സവാള നേരിയതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് നല്ലോണം ഒന്ന് വഴണ്ടി വരണം. അത് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ചെമ്മീത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയിലേക്കും കൂടെ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് മിക്സ് ആകണം. എന്നിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പില ഇട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതിയുള്ള നമ്മൾ മറ്റേതിലേക്ക് ഒഴിച്ചത് ചെമ്മീത്തിലേക്ക്, ബാക്കി പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ട, വെള്ളയപ്പം, ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക.